ഹലോ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി വീക്കെൻഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീക്കെൻഡുകളിലും എന്റെ 4 മണി പലഹാരം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം തന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തു, അതിന്റെ തൊണ്ട് കളഞ്ഞു. എന്നിട്ട് ദേ ഈ കാണുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. കനം കുറച്ചാണ് അരിഞ്ഞത്, വേവാൻ എളുപ്പമായിട്ട്. എന്നിട്ട് അതിച്ചിരി ചൂടുവെള്ളത്തിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിപ്പൊക്കി എടുക്കണം. എന്തിനാണെന്നറിയാവോ? നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് കഴുകുമ്പം അതിനകത്തൊരു വെള്ള പശവശപ്പ് പോലെ കണ്ടിട്ടില്ലേ? ആ പശവശപ്പ് ഒന്ന് മാറിക്കിട്ടാനായിട്ടാണേ. അങ്ങനെ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് കഴുകി വാരിയെടുത്ത ഈ ഉരുളക്കിഴങ്ങ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് വീണ്ടും ഇത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള മാത്രം വന്നാൽ മതി കേട്ടോ, ഒത്തിരി നേരം ഇരുന്ന് വേവൊന്നും വേണ്ട. നമ്മൾ അരിഞ്ഞേക്കണത് കട്ടി കുറഞ്ഞായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഈ നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ദേ ഈ കാണുന്ന പോലെ തുളയുള്ള തവി കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം അതിന്റെ കൂടെ ഇങ്ങ് പോരത്തില്ല, നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു ചീനച്ചട്ടിക്കകത്തോട്ട് ആവശ്യത്തിന് ഈ വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കുക. കണ്ടോ, കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ അതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഉരുളൻകിഴങ്ങെല്ലാം കൂടെ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരാനാണ് താമസം. വെന്ത് വരാൻ ഉദ്ദേശിച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടാനാണ് താമസം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി ഇതിങ്ങോട്ട് കോരിയെടുക്കണം. ഒത്തിരി എണ്ണയില്ലാതെ അതിന്റെ മേളിൽ വെച്ച് തന്നെ ആ എണ്ണയെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ടിഷ്യൂ പേപ്പറിന്റെ മണ്ടയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണയെല്ലാം ഒന്ന് പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. ഈ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയട്ടെ. പണ്ട് ഞങ്ങൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഹോസ്റ്റലിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെ ഒരു അന്തരീക്ഷത്തിലോട്ട് മാറുമ്പം നമുക്ക് അവിടുത്തെ ഫുഡൊന്നും പിടിക്കത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൈരും കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവളുമാർക്ക് ഓർമ്മയുണ്ടോന്ന് ആർക്കറിയാം. എന്തായാലും പോട്ടെ, നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ എല്ലാത്തിനും ഓരോരോ കഥകൾ. ഞാൻ എന്ത് പറഞ്ഞു വന്നാലും എന്തെങ്കിലും കഥകൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ എണ്ണയെല്ലാം വലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ചയ്ക്കൊരാഗ്രഹം, ഇതിന് എരിവില്ല, നമുക്കിച്ചിരി എരിവിടാനായിട്ട് മുളകുപൊടി തൂളിയാലോന്ന്. അങ്ങനെ അതിന്റെ പുറത്തോട്ട് 2 നുള്ളു മുളകുപൊടി നൂളി ശരിക്കും ഞങ്ങളൊന്ന് കുടഞ്ഞെടുത്തു. അപ്പത്തേനും നല്ല രുചിയായി കേട്ടോ. ഇനി ഞാൻ എന്താ അച്ചയ്ക്ക് സെർവ് ചെയ്ത് എങ്ങനെയാന്ന് കാണണ്ടേ? ആരും ചിരിക്കല്ലേ. ഇതിന്റെ അറ്റത്ത് ഞാൻ 2 ചെറിയ ലൗച്ചിനം വരച്ചു കൊടുത്തു. എന്നാലും ഇപ്പൊ തന്നെ 10-40 വയസ്സാവാറാവും. ലവിനൊന്നും എന്തിനാ കുറവ് വരുത്തണത്? അപ്പൊ ഇതാണ് ഞങ്ങളുടെ 4 മണി പലഹാരം. നിങ്ങൾ എല്ലാവരും ഇന്ന് എന്താ ചായക്ക് കഴിച്ചത്? വീഡിയോ കാണുന്നവർ വന്ന് കമന്റ് ഇടണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കുകയും ചെയ്യണേ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണിത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.